ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എല്ലാവരും കൂടി സെൻറ്റ് ആൻഡ്രൂസ് ലേക്കിൽ വന്നതാണ്. ഇന്ന് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ആവാമെന്ന് വിചാരിച്ച്. സോ വെൽക്കം ടു ടെയിൽസ്. സോ ഗായ്സ്, നമ്മൾ കാഞ്ചബറിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ടീംസൊക്കെ ബാക്കി വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ബാക്കി കാണാം. ഗൈസ്, നമ്മളങ്ങനെ കെൻറ്റിൽ പോവാണ്. വെള്ളത്തിൽ ചാടാൻ റെഡി അല്ലേ? അങ്കോ സെറ്റല്ലേ? നൗഷിക പൊളിക്കല്ലേ നമ്മളെ? ഞങ്ങള് ഫുൾ സെറ്റാണ്. സോ നമ്മൾ കാഞ്ചബറി എത്തി. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ. ഫുൾ ഒരു ഗ്രീനറി വൈബാണ് ഇവിടെ മൊത്തം. സെറ്റാണ്. നമ്മൾ എത്താനായിട്ടുണ്ട്. അടിപൊളിയല്ലേ ഗൈസ്? നമ്മൾ എത്തി ഗൈസ്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. Hi. Yeah. Yeah, okay, that's all good. Left again, please. Thank you so much, mate. Yeah. Bye bye. മറ്റേതുണ്ടല്ലോ പെട. സോ ഇതാണ് ഇന്ന് നമ്മൾ നമ്മുടെ കളിക്കാൻ പോകുന്ന സ്ഥലം. സോ ഗൈസ്, നമ്മൾ സെൻറ്റ് ആൻഡ്രൂസ് ലേക്സിലെത്തി. ഇനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിം സ്യൂട്ടിലാണ്. എന്നാലും ഉള്ളിൽ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. സെറ്റാണ്, നോക്കാം. സോ ഇവിടെയാണ്. എന്താണ് കൂടുതൽ അറിയില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ കാണാൻ പോവാം. ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിഡ്സ് അക്വാ പാർക്ക് ഉണ്ട്. ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്ക് ഉണ്ട്. ഇപ്പം വെള്ളത്തിലെ വീട്ടുകാർക്കൊക്കെ പോവാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ പോയി കളിക്കാം. ആദ്യം തന്നെ നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പെർ പേഴ്സണിന് 25 pound ആണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്താണ്. എന്നാലും അവിടെ പോയിട്ട് അവിടെ നിന്ന് എൻ്റർ ചെയ്യണം. And I will do a safety briefing, and then I'm going to walk you all the way down to the park. All right? Yeah. Good with that? All sure? Yeah? Cool. 1, 2, 3, 4, 5, 6, 7. സെറ്റല്ലേ? അയ്യോ, ഞാൻ അപ്പൊ പേടിക്കണ്ട. സോ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 10 to 15 minutes ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് മസ്റ്റായിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് എൻട്രി ഉള്ളൂ. അതും സ്വിമ്മിങ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് സ്വിമ്മിങ് അറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അറിയാമെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ സ്വിമ്മിങ് അറിയുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ലേസ് ഒന്നും ഇടാൻ പറ്റൂല. നമ്മള് എൻജോയിങ്ങിന് പോവാണ്. കേട്ടാ മതി. പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് വീണിട്ട് അവന്ന് പൊന്താൻ ഞാൻ ഒരു പാകിസ്ഥാനിൽ നിലയും വിളി വിളിച്ചിട്ടാണ് വന്നത്. കാരണം കയ്യൂല അവിടുന്ന് പൊന്താൻ. സോ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുക. ഇന്ന ടൈം സ്ലോട്ടിൽ ഇത്ര പേർക്കൊരു എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോവുക. ഒരുമിച്ച് അവർ മുന്നിലുണ്ടാവും. എന്നിട്ട് അവിടെ എത്തിയിട്ട് അവർ സ്റ്റാർട്ട് പറയുന്നവരെ നമ്മൾ അവരെ കൂടെ പോകണം. എന്നിട്ട് ഒരുമിച്ചാണ് എല്ലാവരും കൊണ്ടുപോവുക. അവിടെ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ ഫുള്ള് ലൈഫ് ഗാർഡ്സും എല്ലാവരും ഉണ്ടാവുകൊണ്ട് സേഫാണ്. എന്നാലും നമ്മൾ ആദ്യം ആ ഒരു പൊസിഷൻ എത്തുന്നവരെ നമ്മൾ നീന്തിയാണ് പോകേണ്ടത്.
സോ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു, അവർ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു മൊത്തത്തിൽ. ഇങ്ങനെ ക്യൂ ആയിട്ട് ആദ്യം നിൽക്കണം. റെഡി പറഞ്ഞ പാടെ തന്നെ നീന്താൻ അറിയുന്നവരൊക്കെ മുമ്പിൽ നീന്തി പോകുന്നുണ്ടായിരുന്നു. നീന്താൻ അറിയാത്തവരൊക്കെ ബാക്കിൽ പതുക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈക്ക് അവരവരുടെ കഴിവിനനുസരിച്ച് അവർ മാക്സിമം പോകുന്നുണ്ട്. ചിലവർ ഓടി ഫസ്റ്റ് അടിച്ചേന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഞാനൊക്കെ ബാക്കിൽ പതുക്കെ അവിടെയും ഇവിടെയും പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. തീരെ വെയിലില്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ ആണെങ്കിൽ ഒട്ടും വെയിലില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ഫുള്ള് ഫ്രീസിങ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ കുറച്ച് വെള്ളത്തിലെത്തി കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് സെറ്റായി. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. നിഷാനൊക്കെ ആദ്യം തന്നെ പോയിട്ട് ഇവർ 2-3 പേര് ഞങ്ങളുടെ കൂടെ ഉള്ളവർ ആദ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ ആദ്യം തന്നെ പോയിട്ട് എല്ലാത്തിലും ചാടി കയറുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെത്തുന്നതിന് മുന്നേ തന്നെ അവർ ഇതിൽ പോവാ അതൊക്കെ പറഞ്ഞ് ചാടി കയറുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് ഈ ഒരു ഊഞ്ഞാലയാണ്. ഇത് നമ്മൾ കയറിയിട്ട് ആടി വെള്ളത്തിലോട്ട് ഡയറക്റ്റ് ചാടുക ഇത്രയേ ഉള്ളൂ. പക്ഷെ ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വന്നൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ പോഗോ ചാനലിലെ ടക്കേഷി കാസിൽ ഒരു ഗെയിമില്ല, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണും ചാടിയും ആ ഒരു വൈബായിരുന്നു മൊത്തത്തിൽ. ഞാനവിടെ എത്തിയപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ ലൈഫ് ജാക്കറ്റ് ലൂസാണ്, അപ്പോൾ എനിക്ക് അതിൽ ചെറുത് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചു വെച്ച്. പക്ഷേ എനിക്ക് ഓൾറെഡി നീന്താൻ അറിയട്ടായിരുന്നു ഞാൻ പതുക്കെ വന്നത്. പക്ഷെ അവർ വിചാരിച്ച് എൻ്റെ ലൈഫ് ജാക്കറ്റിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അവരെന്നോട് പിടിച്ചു വെച്ച് ലൈഫ് ജാക്കറ്റ് ചെറുത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ആൾക്കാർ വിളിച്ച് പറഞ്ഞു അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാനും നൗഷിക്കും ലൈഫ് ജാക്കറ്റിനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ അപ്പോഴത്തിനും പോയി ചാടാനുള്ള സെറ്റപ്പായിരുന്നു. ഈ ഊഞ്ഞാലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹൈറ്റിലും ആണ്, ഒറ്റ ചാട്ടം അതൊരു വൻ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അവർ ജാക്കറ്റൊക്കെ കൊണ്ട് തന്ന് അങ്ങനെ പിന്നെ ഞാൻ ജാക്കറ്റ് മാറ്റിയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഓടിയൊക്കെയാണ് ഊഞ്ഞാലേൻ്റെ അടുത്തോട്ട് പോയത്. അഞ്ജു ഈ ഊഞ്ഞാല കയറിയപ്പോൾ അഞ്ജുവിനാണെങ്കിൽ ആകെ പേടിയായി. കാരണം നമ്മൾ ഓൾറെഡി ടോപ്പിൽ നിന്നാണ് ചാടുന്നത്. ആ ഒരു ഫസ്റ്റ് പുഷിന് തന്നെ ചാടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചാടാനും പേടിയാവും. അപ്പം അഞ്ജുവിന് പിന്നെ ചാടാൻ കഴിയില്ല. അവരോട് പിന്നെ തള്ളാൻ പറഞ്ഞപ്പോൾ അവർ തള്ളൂല എന്ന് പറഞ്ഞു. ഒറ്റത്തിൽ ചാടണമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ അവിടെ ഉള്ളതിന്ന് ലാസ്റ്റ് ചാടുകയായിരുന്നു ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് നല്ല ആയുണ്ട് വെള്ളത്തിന്. അപ്പം നമുക്ക് എന്തായാലും മുകളിൽ നിന്ന് ചാടുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു.
ഇത് നിഷാനാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഈ പലകമ്മൽ കയറുന്നതാണ് വേറൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പണി. അങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന കിടപ്പാണ് അത്. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ആയിരുന്നു ഈ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ഈ സ്ലൈഡ്. ഇതിങ്ങനെ പൊന്തി ഇത് 5 മണി പോകുന്നുണ്ടോ പൊന്തി വീഴുന്നായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 വട്ടത്തിൽ കയറി. ഇതൊരു സർക്കിൾ പോലെയാണ്. അതിങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ 2 വട്ടത്തിൽ കയറി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. സോ ഇത്ര ആക്ടിവിറ്റീസേ നമ്മളിതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഇത് തന്നെ ഫെബ, താങ്ക്സ് ടു ഫെബ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വീഡിയോ എടുത്തത്. ഫെബ വെള്ളത്തിൽ ഇറങ്ങിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും വീഡിയോ കിട്ടിയത്. ബാക്കിയൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിപൊളിയായിരുന്നു. കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 100 വട്ടം വെള്ളത്തിൽ വീലും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിടലും. വൻ വൈബായിരുന്നു, വൻ സെറ്റായിരുന്നു. ആകെ ടയേർഡായി ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായി പോയി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. കാരണം ആകെ ക്ഷീണിച്ചിരുന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ആകെ ടയേർഡായി കുളിച്ച് ക്ഷീണിച്ച് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഫുഡ് കഴിക്കണം. അതാണ് പ്ലാൻ. ഭയങ്കര ക്ഷീണിച്ച് അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് പറയൂ നിഷാൻ മുസ്തഫ. ക്ഷീണിച്ച് സൈഡാവും, പക്ഷെ സാധനം അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സെറ്റായിരുന്നു. ക്ഷീണിച്ചാ എവിടെ അങ്ങ് പോയാ റിവ്യൂ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയൂ. ഒരേ പൊളിയായിരുന്നു. ആണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫെബന്റെ എക്സ്പീരിയൻസ്? പറഞ്ഞില്ല. സമാധാനമായൊരു ജീവിതം. സോ നമ്മൾ ചെറുതായിട്ട് സ്നാക്കിംഗ് ഒക്കെ ചെയ്ത് ഇനി നമ്മൾ നേരെ
ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നേരെ ക്രോയിഡണിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുള്ളൂ. സോ ഫുഡ് കഴിക്കാൻ പോവാം. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഈ ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ പ്ലേറ്റ് കൊടുത്തത് അത്യാവശ്യം നല്ല ഇരുണ്ടല്ലോ അല്ലേ? സാഗറിലെന്ന് പറഞ്ഞ ഫിഷ് കറി മീൽസിൽ ഫിഷ് ഫ്രൈ തരില്ല. മാറ്റട്ടെ, ചൂടാ. തന്തൂരി ഇട്ടോണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ചപ്പോഴാണ് ശരിക്കും ആശ്വാസമായത്. പിന്നെ ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഗേറ്റ് പോവാണ്. ഒന്ന് ജസ്റ്റ് വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ഗ്ലാസ് എടുക്കേ. അങ്ങനെ അവിടുന്ന് നേരെ റീഗേറ്റിലോട്ടാണ് വിട്ടത്. കുറച്ച് കട്ടൻ ചായയും നിഷാന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. പിന്നെ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിച്ചറും വർത്തായിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ കഥ പറഞ്ഞ് ചായം കുടിച്ചിരുന്നു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് മൊത്തത്തിൽ വൈബായിരുന്നു അവിടെ. അങ്ങനെ അതോടെ ഞങ്ങളുടെ വീക്കെൻഡ് കഴിഞ്ഞു. ഭയങ്കര എനർജറ്റിക് ഡേ ആയിരുന്നു, മൊത്തത്തിൽ വൈബായിരുന്നു. സോ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഫ്രം AN Vlogs.